തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കുടുംബത്തെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. വീട്ടിലെ മുൻവാതിലിൽ വൈദ്യുതി കടത്തിവിട്ട നിലയിൽ കണ്ടെത്തി. വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. മഞ്ചവിളകാം സ്വദേശി രമ്യയുടെ മകൻ അലനാണ് ഷോക്കേറ്റത്. രമ്യയും ഭർത്താവ് സജിയുമായി 8 വർഷത്തിലധികമായി അകന്നായിരുന്നു താമസം. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, എന്തായാലും ഒരു കുടുംബത്തെ ഈ രീതിയിൽ കൊലപ്പെടുത്തുക, അതായത് ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ഇതിന് പിന്നിൽ ആരാണ്? ഈ രമ്യയുടെ ഭർത്താവ് സജിയാണോ? എന്തെങ്കിലും സൂചനകളുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഈ പറയുന്ന മഞ്ചവിളാകം സ്വദേശി രമ്യ ഏറെക്കാലമായി ഭർത്താവുമായി പിണങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 8 വർഷത്തോളം ഇവർ പിണങ്ങി താമസിക്കുകയായിരുന്നു. അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബ വീട്ടിൽ താമസിക്കുകയായിരുന്ന രമ്യ അടുത്തിടെയായിരുന്നു പുതിയൊരു വീട് നിർമ്മിച്ച് ഇങ്ങോട്ട് മാറിയത്. ഇന്ന് രാവിലെ ഇയാളുടെ മൂത്ത മകൻ, രമ്യയുടെ മൂത്ത മകൻ അലൻ എന്ന 13-കാരൻ വീട്ടിലെ മുൻവാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിക്കുന്നത്. ഷോക്ക് ഏൽക്കുകയായിരുന്നു. നിലവിളിച്ചുകൊണ്ട് അമ്മ നടത്തിയ പരിശോധനയിലാണ്, പിൻവാതിലൂടെ വന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു മീറ്ററിൽ നിന്ന് ഒരു വയർ ഉപയോഗിച്ച് ഈ പറയുന്ന മുൻവശത്തുള്ള വാതിലിന്റെ പിടിയിൽ കണക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അതിലായിരുന്നു ഷോക്ക് ഏറ്റത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് നാട്ടുകാർ ബന്ധുക്കളും ചേർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. മാരായമുട്ടം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. അലനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ആരോഗ്യ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഈ അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു സാധാരണ ഒരു വീട്ടിലായിരുന്നു ഇത്തരത്തിലൊരു കൃത്യം നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊലപ്പെടുത്തുക, അപായപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് നടത്തിയെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, യെസ്, എന്തായാലും ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ കുടുംബത്തിന് നേരെ ആക്രമണ ശ്രമം, ഒരു കൊലപാതക ശ്രമം ഉണ്ടായിട്ടുണ്ടോ? സംഭവ നിമിഷം മുതൽ പോലീസ് ഉണർന്നു തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു സംഭവം ഇത് ആദ്യമായിട്ടെന്നാണ് കുടുംബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭർത്താവുമായി പിണങ്ങി താമസിക്കുന്നു, അതിൽ കോടതിയിൽ കേസുണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് വിഷയങ്ങളൊന്നും ഈ കുടുംബത്തിൽ നിന്നും അങ്ങനെ ഒരു പ്രശ്നം പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് മറ്റൊരു കാര്യം കൂടി നോക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ സംബന്ധമായ പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം മീറ്റർ ബോർഡിൽ നിന്ന് പോസിറ്റീവ് കൃത്യമായി എടുക്കുകയും അതിനെയാണ് ഈ പറയുന്ന ഇവിടെ കണക്ട് ചെയ്യുന്നു. അതും വളരെ ടെക്നിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് കൈകാര്യം ചെയ്തത് എന്നുള്ളത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്തരത്തിലൊരു പോലീസ് ഒരു അന്വേഷണം കൂടി നോക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വൈകിയും ഈ പറയുന്ന രമ്യ തയ്യൽ തൊഴിലാളിയാണ്. രാത്രി വൈകിയും വീട്ടിലിരുന്ന തന്റെ തയ്യൽ തൊഴിൽ ചെയ്ത ശേഷം 1 മണിക്ക് ശേഷമാണ് കിടന്നുറങ്ങിയതെന്ന് പറയുന്നു. അപ്പോഴും ഒക്കെ ഈ പറയുന്ന മറ്റു ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല, അല്ലെങ്കിൽ ശബ്ദം കേട്ടില്ല. അതേസമയം പരിസരവാസികൾ പറയുന്നു കഴിഞ്ഞ 2 ദിവസമായി അസാധാരണമായ പട്ടികളുടെ പുര ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ ദിവസം ചേട്ടൽ മഴ ഉള്ളൊരു ദിവസമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാരായമുട്ടം പോലീസാണ് കേസെടുത്ത് അന്വേഷണം തുടരുന്നത്. അങ്ങനെ ഈ സജി, രമ്യയുടെ ഭർത്താവിന് സംശയമുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, എന്തായാലും ഒരു ആസൂത്രിതമായ ഒരു കൊലപാതക ശ്രമമായി തന്നെ കാണേണ്ടതല്ലേ? നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് കൃത്യമായും ഒരു ഇലക്ട്രീഷ്യൻ ആകാം, അല്ലെങ്കിൽ അതുമായി ആ തൊഴിലുമായി ബന്ധപ്പെട്ടവരാകാം, അതറിയാവുന്നവരാകാം എന്നാണ് സംശയം. അങ്ങനെ പോലീസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്താണ്? അല്ലെങ്കിൽ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സംശയമുണ്ടോ? സ്വാഭാവികമായും ഈ പറയുന്ന ഈ രമ്യയുടെ ഭർത്താവിലേക്ക് കുടുംബക്കാർ ചിലപ്പോൾ വിരൽ ചൂണ്ടിയാലും പോലീസ് അത് മുഖവരിക്ക് എടുക്കണമെന്നില്ല. കാരണം ഈ പറയുന്ന ആൾക്ക് ഇതിലേക്ക് എത്തണം. ഈ പറയുന്ന ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസിന് എത്തിയാൽ മാത്രമേ പ്രതിയിലേക്ക് ആരാണെന്ന് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. മറ്റതെല്ലാം ഊഹാഭമാണ്. ഇവർ തമ്മിലുള്ള ഒരു കുടുംബ പ്രശ്നം നിൽക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് ഈ പറയുന്ന കോടതിയിൽ കേസ് കിടക്കുന്ന വിവാഹ മോചന വക്കിലാണ്
കുടുംബം എന്നുള്ളതൊക്കെ വസ്തുതയാണെങ്കിലും ഈ പറയുന്ന ഈ പ്രതി ആരാണെന്നുള്ളത് കണ്ടെത്തുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ ആരാണ് എന്നുള്ളത് വഴി ഇപ്പോൾ സംശയങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നു. പക്ഷെ അതൊന്നും പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രമ്യയുടെ ഭർത്താവ് അദ്ദേഹം ഒരു നിർമ്മാണ തൊഴിലാളി ആണെന്നുള്ളതാണ് നമുക്ക് അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഊർജിതമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. അരുൺമോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഒരമ്മയെയും 2 മക്കളെയും ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമമുണ്ടായത്. പോലീസിന് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഈ രമ്യയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഒരു കൂട്ടക്കുരുതിയായിരിക്കാം പ്രതി ലക്ഷ്യമിട്ടതെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.